ഹലോ. ഹലോ. എന്തുവാടോ? ഒന്നുമില്ല. പിന്നെ എന്താ ഉണ്ടല്ലോ? ഇവിടെ ഒന്നുമില്ലാന്നേ. അവിടെ ഒന്നുമില്ലാന്ന് എനിക്കറിയാം. എനക്കെന്തോ ഉണ്ടെന്നാ പറഞ്ഞേ. എനിക്ക് എന്തുണ്ടാവാനോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരുപാടുണ്ട്. പറയടോ. എന്താന്ന് പറയേ. അല്ല, ഞാൻ ഒരു കാര്യം അറിഞ്ഞല്ലോ. എന്താ അറിഞ്ഞേ? സത്യാണോ അല്ലേ? കാര്യം പറയാണ്ട് എങ്ങനെയാടോ ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിരുന്നേ. നിങ്ങൾക്കറിയാത്. എന്താ കാര്യം എന്ന് പറഞ്ഞായോ? ഇന്നലെ ഇങ്ങനെ കൂട്ടാണ്ട് കറങ്ങാൻ പോയില്ലേ? അതിന് ഈ അവിടെ നിൽക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്ത്? ഞാൻ ഒരു ഒറ്റക്കാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിന് നിങ്ങൾ കറങ്ങാൻ പോകാൻ പാടില്ല. അതൊരു കണക്കിനൊരു ഈഗോയല്ലേ. നിങ്ങൾ എങ്ങനെ കരുതിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ. അതിന് നിന്നെ കറങ്ങാൻ കൊണ്ടുപോകണം ഇവിടെ ആരുമില്ല. ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഒറ്റയ്ക്ക് എവിടെ പോണേ? എവിടൊക്കെ പോയി പഠിച്ചോനെ. ഞാൻ എവിടേക്കും പോയില്ല. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്ത് പോണതാ. അങ്ങനെങ്കിലും പുറത്ത് പോകണ്ടല്ലോ. നിങ്ങളും പോണ്ടല്ലോ. അതുപോലെ പോയെന്ന് കരുതിക്കാണ്. വെറുതെ എൻ്റെ തലമുണ്ടേ കയറാൻ നിൽക്കല്ലേ. ഇതിനൊക്കെ ആയിട്ടേ നിങ്ങൾ ഇങ്ങോട്ട് വരൂലേ? വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊക്കെ വീട്ടിക്കോളാം. എന്ത്? ഇതിനൊക്കെ ഞാന് നിങ്ങളെ കൊണ്ട് എല്ലാ സ്ഥലം കറങ്ങിപ്പിക്കും. എൻ്റെ പൊന്നുമോൾ അത് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുക. പിന്നല്ലാണ്ട്. അതാണ് ആഗ്രഹം. പിന്നെ വല്ലാത്ത ആഗ്രഹമാണ്. വല്ലാത്ത ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു തരാനേ ഉള്ളത്. അതെ. മാനത്ത് നോക്കിയിരുന്നു. ഞാൻ മാനത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുവാ. അങ്ങനെ ഇരിക്കാനോ പറ്റുമോ ഇനിയെന്നും? അതെന്താ നിങ്ങൾ വരുന്നില്ലേ? അങ്ങനെയല്ല, അനക്ക് ഒത്തിരി നടക്കാത്ത ആഗ്രഹങ്ങളില്ലേ? നടക്കാത്ത ആഗ്രഹമൊന്നല്ല. നിങ്ങളൊന്ന് ശ്രമിച്ച നടക്കാവും. ഇപ്പൊ ഇതാണോ എൻ്റെ വിശേഷം? ഇതാണ് എന്റെ വിശേഷം. വേറെ ഒന്നുമില്ലല്ലോ. വേറെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? അല്ല, വല്ലതും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വെച്ച് ചോദിച്ചു പോയതാ. അങ്ങനൊന്നുമില്ല. എന്തായിരുന്നു ഒന്ന്? ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഞാനിതെങ്ങനെ അറിഞ്ഞേ? നിങ്ങളെങ്ങനെ അറിഞ്ഞേ? അതാ പറഞ്ഞു ഇനി വല്ലതും പറയാനുണ്ടോയെന്ന് ചോദിച്ചേ. എൻ്റെ സംസാരം കേട്ടിട്ടായിരിക്കും. അതൊന്നുമല്ല. പിന്നെ ആരോ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ അറിയില്ലേ. പിന്നെ എന്ത്? നിന്നെ പോലെയാണോ ഞാൻ? പിന്നെ അല്ലാണ്ട്. നീ എന്നെ കുറിച്ച് തിരക്കാറില്ലെങ്കിൽ നിന്നെ കുറിച്ച് ഞാൻ തിരക്കാറുണ്ടല്ലോ. എന്തേ? ഞങ്ങള് തിരക്കാറൊന്നുമില്ല. ഉണ്ടോ? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. എന്തോ ഒരു വിഷമമുണ്ട് മനസ്സിൽ. എന്നാ പറ്റി പറയ്. ഒന്നും പറ്റിയില്ല. ഒന്നുമില്ലല്ലോ. നിങ്ങളല്ല പറഞ്ഞേ എന്ത്? ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല, നിങ്ങളെ കാര്യം ഒന്നും അന്വേഷിക്കാറില്ല. അതിന്റെ സങ്കടത്തിലാ കുട്ടി? അതുകൊണ്ട് പിന്നെ എനിക്ക് തീരെ വയ്യ. അങ്ങനെ. ഞാൻ അതൊക്കെ ഒരു വെറുതെ പറഞ്ഞതാ. അതൊന്നും ഇനി ആലോചിച്ചിരിക്കണ്ടേ. എന്തായാലും മനസ്സിലെന്തോ ഉണ്ട്, അത് വേറെ സത്യം. അത് ഞാൻ പിന്നീട് പിടിച്ചോണ്ട് തന്നെ. ആയിക്കോട്ടെ. ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിന്നാലേ നല്ല തല്ലാക്കും. ഈ പറയേണ്ട എല്ലാം പറയുകയും ചെയ്യും, ഞാനും പറയും. പിന്നെ 2 ദിവസം കഴിയുമ്പോഴേ വിളിച്ചിട്ട് പറയും ഞാൻ വീട്ടിൽ പോയിട്ടേ പെട്ടെന്ന് അങ്ങ് വരാം. ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ. അങ്ങനെ പറയുന്ന മോളാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല.